വലിയ വെള്ളിയാഴ്ചയുടെ സന്ധ്യാ പ്രാർത്ഥന ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. നാമത്തിൽ വന്നവനും വായിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണ് ഉയരങ്ങൾ സ്തുതി. ആശായാലടിയാർ പിഴതേ ആശായാലടിയാർ പിഴതേ തുരുമശിഹായീശു ആശായാലടിയാർ പിഴതേ തുരുമശിഹായീശു ശമരുളണമേ. നാദാദേ സ്തുതിയും മാനം ദാതനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും മുണ്ടാ കൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഓറിഷിലേം വാതിൽ കുള്ളൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്നികൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധി കൊണ്ടും ഞങ്ങളുടെ ആത്മാക്കളെ വിശ്വാസം കൊണ്ടും ഞങ്ങളുടെ ബോധങ്ങളെ അധ്യാത്മജ്ഞാനം കൊണ്ടും ആയുധം ധരിപ്പിക്കണമേ. പരിപാകതയുള്ള വിശുദ്ധ വിചാരങ്ങളാലും വിനീത നടപടികളാലും സ്ഫുടതയാലും സത്യവ്യാപാരങ്ങളുടെ നിർമ്മലതയാലും നിന്റെ സ്വർഗീയ മേശയോട് സംബന്ധിപ്പാൻ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ള പെരുന്നാളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും മരണമില്ലായ്മയെ പ്രദാനം ചെയ്യുന്നതായ നിന്റെ തിരുശരീരത്തിലും രക്തത്തിലും സംബന്ധിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ അബുകൂല സുബാൻ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, രഹസ്യങ്ങളെ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടിന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്ണയാക്കണമേ.
ഉറച്ചവനേക്കാൾ ഞാൻ നന്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസ്ഥിയിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുതന്നെ രക്ഷിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിൽ അടിക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മൊത്തമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും. ഭാവിയിൽ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാമത്തിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്നെ നിനക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലിയിൽ നീ തിരുമനസ്സായില്ല, ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാവുന്നു. ദൈവം നുറുങ്ങിയത് നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സ്നേഹനോട് ചെയ്യണമേ. ഊർഷ്ണയിൽ പണിയണമേ. അപ്പോൾ നീതിബലിന് ഹോമബലിന് ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാലുകളിയായി കരയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ ശുഭോലാംബോലം ബ്രോവൽ റോഹോ കാദീശോ മെൻഹൂലം വാദാമിനഹൂലം വൽമീനാമി. മനുജത്വം മനസ്സാ കൈക്കൊണ്ട് ഞങ്ങൾക്കായി പീഡകളേറ്റൊരു ദേവാ ദയ ചെയ്തിടണമേ. ഉപമകളും സൂചനകളും അൻപാൽ എഴുന്നള്ളി സാർത്തികമാക്കിയ ദേവാ ദയ ചെയ്തിടണമേ. ഞങ്ങളെ രക്ഷിപ്പാൻ പിഴയാളി കോപ്പം വിധി നിലയെ നിന്നോൻ ദേവാ ദയ ചെയ്തിടണമേ. നൃപതികളും വിധിനാഥന്മാരും നീഹനീ പാനാലോചിച്ചൊരു ദേവാ ദയ ചെയ്തിടണമേ. സകലത്തെയും വിധിവതിയായി വാഴേ അന്യ എം വിധിയേറ്റോനേ ദേവാ ദയ ചെയ്തിടണമേ. ബാരക്കുമോ ശുഭഹുലാബോലെ ബറോവൽ റോഹോ കാദീശോ മെൻവോലം വാദാമുൽവോലം മുൽമീനാമി. ചതിവിരുദൻ ശിഷ്യൻ ക്രോശകരാം ആചാര്യർ കേൾപ്പിച്ചോനാം ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമല്ല ചെയ്തതിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥനയും എന്റെ കാഴ്ചപോലെയും കൈക്കൊള്ളണമേ. എന്റെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കാൽക്കാനെയും എന്റെ അതിരങ്ങൾ സൂക്ഷിപ്പാനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ അപേക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്മാടനെ എന്റെ തലയെ കൊഴിപ്പിക്കരുതേ. എന്തെന്നാ എന്റെ പ്രാർത്ഥന ഒരു ദോഷനിമിത്തമാകുന്നു. അവരെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമി ഒഴിവുപോലെ പാതാളവാദികൾ ചിതറപ്പെട്ടു. കർത്താവേ, ഉയർത്തി നിരീക്ഷണപ്പെട്ടു. എനിക്കായ കണികൾ മറിച്ചു വെച്ചുള്ള പ്രശംസക്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്ക് ഒരുമിച്ച് എന്റെ തലയിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ അപേക്ഷിച്ചു. തിരുസംഘടന ഞാൻ ഉയർത്തി. തിരുമുമ്പിൽ ഞാൻ ഗൗരവിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് പിടിക്കുമ്പോൾ എന്റെ ഉള്ളിൽ അറിയുന്നു. എന്റെ നടപ്പുള്ള വഴി എനിക്കായ കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് കണ്ടു. സങ്കേസലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല.
കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ ആശ്രയവും ജീവനുള്ളൊരു ദേശത്തിന്റെ ഓഹരിയുമാവുന്നു ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവൻ എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവർ എന്നെക്കാൾ വലുതായിത്തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാലം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും നിന്റെ ഓടുകൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതികളെ വിധികൾ പ്രമാണിക്കുന്നതിനെ ഞാൻ ആണായിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കയ്യിലിരിക്കുന്നു. പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി നിലവിളിച്ചു. എന്നാൽ ഞാൻ തന്നെ തെറ്റുപോയില്ല. ഞാൻ സാക്ഷിയെ അവകാശപ്പെടുത്തി. എന്നാൽ എന്റെ നേരത്തെ ഞാൻ അനുഭവന്നു. നിന്റെ കൽപ്പനയോട് നീക്ക് സമർപ്പിക്കുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സനജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. മനുഷ്യമായിട്ട് നേക്കും കർത്താവാകുന്നു. ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ ഈ സന്ധ്യയിൽ നിറവേറി. ദർശനങ്ങളുടെ രഹസ്യങ്ങൾക്കെല്ലാം സ്പഷ്ടതയുണ്ടായി. സോദരരിൽ നിന്നെന്നെ പോ ഒരു നിമിയെ ഞാൻ നിയമിക്കും. നിർണയം അവനെ നിഷേധിപ്പോ സംപ്രാപിച്ചിടും നാശം. ദൈവമിവൻ തന്നിബിയുമിവൻ, വൈദികനും താൻ ബലിയുമിവൻ, അർപ്പകനും സ്വീകർത്താവും എല്ലാം നിറവേറ്റുന്നോനും. ഇന്നാളന്തിയിൽ മാളികയിൽ നാഥൻ പെസഹ ഭക്ഷിച്ചു. വരമേൽപ്പിച്ച രഹസ്യത്തിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പം വാഴ്ത്തി നുറുക്കിക്കൊണ്ടിതു മമ തനുവെന്നുര ചെയ്ത വീഞ്ഞിനു ശുദ്ധി വരുത്തിക്കൊണ്ടിതു മമ നിണമാണെന്നോദീ. ശുഭഹോലാ ബോല ബറു അൽ റൂഹോ കാദിശോ. മിനവൂലം വാദാമിനവൂലം വൽ മീനാമീൻ. നാദരും അടിയാരും ഭക്ഷി ചാമർമ്മത്തിനംശികളാൻ സ്തുതി താണിട്ടൊലിവിൻ മലമേൽ ചെന്നുപദേശം കൈകൊണ്ട. സൗമൻഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വച്ഛയായ ബലിയും പുരോഹിതനുമായി തീർന്നവനായി ബലികളെ അംഗീകരിക്കുന്നവനും മഹാപുരോഹിതനും ഈ സന്ധ്യയ്ക്ക് മോശയുടെ ദൃഷ്ടാന്തത്തെ നിറവേറ്റുകയും എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ പിതാവിനെ സ്വീകാര്യ കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തവനായി ഉപമകളെ നിറവേറ്റുന്നവനും രഹസ്യങ്ങൾക്ക് മുദ്രവയ്ക്കുന്നവനും താൻ ജീവിച്ചിരിക്കെ സ്വന്തം ശരീരത്തെ സ്വന്തം കൈകൊണ്ട് മേശപ്പുറത്ത് വിഭജിച്ച് എടുക്കുകയും തൻ്റെ രക്തത്തെ സ്ലേഹന്മാർക്ക് കലർത്തുകയും ചെയ്തവനായി പരിശോധിക്കപ്പെടുവാൻ പാടില്ലാത്ത അതിശയമായ കർത്താവിന് സ്തുതിയും. തനിക്ക് വലിയ വെള്ളിയാഴ്ചയുടെ സന്ധ്യാപ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും
സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലൗന്യമോ നീതിയുടെ മഹാസൂര്യനും ഈ ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പിതാവിൽ നിന്നുള്ള നിത്യമായ സത്യപ്രകാശവും തൻ്റെ ദിവ്യ ജ്ഞാനപ്രകാശത്താൽ സകലത്തെ നിറയ്ക്കുന്നവനും കാലാവസാനത്തിൽ വഴിതെറ്റാൽ അന്ധകാരപ്പെട്ടിരുന്ന സൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാനായി ജഡപ്രകാരം ഇറങ്ങി വന്നവനുമായി ഞങ്ങളുടെ വിഷയ തമ്പുരാനെയും ന്യായപ്രമാണ സന്ധ്യയായ പെസഹയുടെ ഈ സന്ധ്യയിൽ ന്യായപ്രമാണ സംബന്ധമായ നിന്റെ തിരുമേനിയാൽ നീ നിവർത്തിച്ചു. ജീവന്റെ സുവിശേഷത്തെ പ്രസംഗിപ്പിക്കുകയും നീ ഉദിപ്പിക്കുകയും ചെയ്ത പ്രകാശവും മോശയുടെ സന്ധ്യയിൽ മിസ്രൈമിൽ വെച്ച് രൂപപ്പെടുത്തിയതിനെ പ്രകാശം നിറഞ്ഞതായ നിന്റെ സന്ധ്യയിൽ ശരിയായി വിവരിച്ച് കാണിക്കുകയും ചെയ്തു. എന്തെന്നാൽ നിന്റെ ദൈവത്വത്തിൻ്റെ ആനന്ദകരമായ തേജസ്സാൽ എല്ലാറ്റിനെയും ആനന്ദിപ്പിക്കുന്ന പെസഹായാവുന്ന നീ നിന്റെ ശിഷ്യ സമൂഹത്തോട് ഒന്നിച്ച് ന്യായപ്രമാണത്തിലെ പെസഹ ആഗ്രഹത്തോടെ ഭക്ഷിച്ചു. ഇന്ന് സന്ധ്യയ്ക്ക് സർവകൽപ്പനകളും സർവലോകത്തിൻ്റെയും പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാവുന്ന നീ രഹസ്യങ്ങളുടെ കുഞ്ഞാടിനെ അവസാനിപ്പിക്കുകയും നിന്റെ ഭവനക്കാരോടുകൂടെ ഇതിനെ കയ്പോടുകൂടി ഭക്ഷിക്കുകയും മരണത്തിൻ്റെ കയ്പുള്ള കാസായെ കൈക്കൊള്ളുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. രണ്ട് നിയമങ്ങളുടെയും അതിർത്തിയാവുന്ന സന്ധ്യയ്ക്ക് പഴയവയെ നീക്കിക്കളയുകയും പുതിയവയെ ആരംഭിക്കുകയും ചെയ്തു. ഈ സന്ധ്യയ്ക്ക് നിന്റെ വിശുദ്ധ ശിഷ്യന്മാരുടെ കാലുകളെ സ്നേഹപൂർവ്വം കഴുകുകയും നിന്റെ അരയിട്ടിരുന്ന തുവാല കൊണ്ട് മനുഷ്യ സ്നേഹത്താൽ തുവർത്തി തുടക്കുകയും ചെയ്തുകൊണ്ട് വലിയ താഴ്മയോട് അത്യുന്നതയുടെ ഉത്തമ മാതൃകയെ കാണിച്ചു കൊടുത്തു. ഈ ഉത്തമ ദൃഷ്ടാന്തം അവർക്ക് പരമേൽപ്പിച്ചു കൊടുക്കുകയും സമാധാനപരമായ സൗമ്യത അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ജീവിക്കുന്നതായ നിന്റെ ശരീരത്തെ നിന്റെ വിശുദ്ധ തൃക്കൈയിൽ കൊണ്ട് നിന്റെ ശിഷ്യന്മാർക്ക് ഭാഗിച്ചു കൊടുത്തു. ഭക്ഷിപ്പിക്കുകയും നിന്റെ രക്തം കലർത്തിക്കൊണ്ട് കുടിപ്പിക്കുകയും അതിനാൽ വിശുദ്ധ സഭയാവുന്ന മണവാട്ടിക്ക് പുതിയ ഉടമ്പടി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഈ സന്ധ്യയിൽ മുഖ്യ അപ്പം കൊണ്ട് വഞ്ചകനായ യൂദയെ പരസ്യമാക്കുകയും പരമാർത്ഥികളായ ശിഷ്യന്മാർക്ക് അവൻ്റെ അഹങ്കാരത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഈ സന്ധ്യയ്ക്ക് മിണ്ടാപ്രാണികളെ ബലിക്കത്തിയിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ തിരുമേനിയുടെ ജീവനുള്ള അറപ്പാൽ ബലികർമ്മങ്ങളെ മായ്ക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ നിഴലുകളെയും ദൃഷ്ടാന്തങ്ങളെയും നീ മിണ്ടാതാക്കുകയും പരസ്യമായ സത്യത്തെ മറകൂടാതെ വെളിപ്പെടുത്തി ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ലേവി അവൻ്റെ ശുശ്രൂഷയിൽ നിന്ന് അകലുകയും അഹരോൻ അവൻ്റെ സമാധാന ബലിയിൽ നിന്ന് വിശ്രമിക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ശമോൻ മുതലായ ശ്രേഷ്ഠ സംഘത്തിന് പുരോഹിത സ്ഥാനം ഭരമേൽപ്പിക്കുകയും ജീവനുള്ള ശരീരം കൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക് വിഭജിച്ചു കൊടുക്കുവാനും നിന്റെ കുറ്റമില്ലാത്ത രക്തം കുടുംബങ്ങളെയും വംശങ്ങളെയും കുടിപ്പിക്കുകയും അവൾ ദൈവിക ഭണ്ഡാര വിചാര തീർപ്പുകാരാക്കി തീർക്കുകയും ചെയ്തു. ഇതാ ഇന്ന് ഈ സന്ധ്യയിൽ തന്നെ നിന്റെ കർത്തൃകൽപ്പന പ്രകാരം എല്ലാ അതിർത്തികളിലും ഭാഗങ്ങളിലും കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനായി നൽകപ്പെടുകയും ചെയ്യുന്നു. പുതിയതും പരിശുദ്ധവുമായ ഏവങ്കേലിയോൻ എന്ന സത്യസുവിശേഷത്തിനെ പ്രചരിപ്പാൻ സൗകര്യമുണ്ടാക്കുന്നതിന് നിഴലായ ന്യായപ്രമാണം അതിൻ്റെ അസ്തമിപ്പിക്കുകയും യാത്രയ്ക്കുകയും ചെയ്തു. വിസ്മയം നിറഞ്ഞതായ സന്ധ്യയിൽ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്തെന്നാൽ ഞങ്ങൾ ദുഃഖങ്ങളിൽ നിന്നും കോപത്തിൽ നിന്നും വേർപെട്ടും ഞങ്ങളുടെ വിചാരങ്ങൾ വഴക്കിൻ്റെയും സ്കറിയായിക്കെടുത്ത വഞ്ചനയുടെയും കലഹത്തിൽ നിന്നും വെടിപ്പാക്കപ്പെടും. അതിൻ്റെ മനസ്സാക്ഷികൾ കടങ്ങളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചുമുള്ള പ്രശസ്തമായ പശ്ചാത്തലത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന കാൽകണികളാൽ നെൽമറിയിലേക്കപ്പെടും.
ഞങ്ങളുടെ ആത്മാക്കൾ അന്യോന്യമുള്ള സ്നേഹവാത്സല്യത്താൽ ദൈവിക പ്രകാരം സംബന്ധിക്കപ്പെട്ടും ഞങ്ങളുടെ ബോധങ്ങൾ നിന്റെ ദിവ്യോപദേശങ്ങളുടെ കതിരുകളാലും പ്രമേയാലും പ്രകാശിപ്പിച്ചുകൊണ്ട് വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ഭയങ്കരമായ നിന്റെ ദിവ്യമേശയ്ക്ക് സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. നിന്റെ ജീവിപ്പിക്കുന്ന കൂദാശകൾ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനും ന്യായത്തീർപ്പിനുമായി തീരരുതേ. എന്നാലോ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്ദ്യങ്ങളായ സകല മലിനതകളിൽ നിന്നും സകല കുറ്റങ്ങളിൽ നിന്നുമുള്ള ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നിർമ്മലതയ്ക്കും വിചാരങ്ങൾക്കും ഉത്കൃഷ്ട ജ്ഞാനത്തിലേക്ക് ഉയർന്ന് പ്രവേശിക്കുന്നതിനും ദൈവികമായ കിരണങ്ങളാലും കാന്തി കൊണ്ടും തിളങ്ങുന്നതിനുമായി തീരുവാൻ സംഗതിയാകണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്നിലും നീ ഞങ്ങളിലും വസിക്കുമാറാകണമേ. ഞങ്ങൾ നിന്റെ ഏകപുത്രന് മുഴുവനായും എപ്പോഴും പൂർണ്ണജനമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. കർത്താവിനരുളപ്പാടായുള്ളവ യൊരു പെസഹ പന്തിരുഗോത്രം ഭക്ഷിച്ചു മൂശ തന്നാളിൽ കർത്താവിന്ന അന്ത്യദാം നേരം നീരുന്നു ഉയിരിൻ മേശയ്ക്ക യാക്കോബിൻ ഗോത്രജാതന്മാരാ പന്തിരുവ് കഴിവില്ലാതെന്നും നിലനിന്നിടും രഹസ്യത്തെ ഹല്ലേലൂയ ഘോഷിച്ചിടുന്നു. ഭാഗ്യമോ ശുഭഹുലാം പോലെ ബ്രോൽ റൂഹോ കാദേശോ ഹല്ലേലൂയ. ഈ സന്ധ്യാനേരത്തോടെയൊന്നൻ ശേഷന്മാർക്കായി പുതിയവർ കാണിച്ചേൽപ്പിച്ച ദൃശ്യങ്ങൾ നിങ്ങൾ കാണി ഞാൻ ചെയ്തിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ വിനയത്തോടു ചെയ്വീൻ. പതലൈവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മമശിഷ്യന്മാരാണെന്നെല്ലാവരും തേറും. ഹല്ലേലൂയ യോ ഹല്ലേലൂയ. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെയും ഈ സുഗന്ധപൂവം മൂലം ഞങ്ങൾ നിനക്ക് സമർപ്പിച്ച് നിന്റെ കരുണയോടെ യാചിക്കുന്നതെന്നാൽ പഴയതിൻ്റെ അവസാനവും പുതിയതിൻ്റെ ആരംഭവുമാവുന്ന പെരുന്നാൾ വെടിപ്പോട് നിനക്ക് ഘോഷിപ്പാനും നിന്റെ വിശുദ്ധ ശരീരവും കുറ്റമില്ലാത്ത രക്തവും ഞങ്ങളുടെ ആത്മാക്കളിൽ കലർത്തപ്പെടുവാനും ഇത് ഞങ്ങളുടെ സകല ലംഘനങ്ങൾക്കും പരിഹാരത്തിനും വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആശ്വാസത്തിനായി തീരുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. മോറൻ വാലോഹാൻ ഈ സന്ധ്യയിൽ നമ്മുടെ കർത്താവ് തൃക്കൈകൾ തൻ്റെ ശരീരം എടുത്ത് മുറിച്ച് സ്ത്രീയന്മാർക്ക് നൽകി. തൻ്റെ രക്തത്തിൻ്റെ പാനപാത്രം കലർത്തി അവരെ കുടിപ്പിച്ചു.
നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ച പ്രകാരം ചെയ്യുവീൻ. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനുമായി തീരും എന്ന് അരുളി ചെയ്തു. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇന്നേ ദിവസം യൂദന്മാരും മഹാപുരോഹിതന്മാരും പ്രീശന്മാരും മരണത്തിന് വിധിക്കണമെന്ന് നമ്മുടെ രക്ഷകനായ ആലോചന നടത്തി. അപ്പോൾ യൂദാസ്കറിയാത്തവരോട് അവന്റെ ദ്രവ്യം എനിക്ക് തരിക, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. സ്വന്തം വിറ്റ് ആത്മീയുള്ള കഷ്ടം ഞങ്ങൾക്കായി നീറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. കുഞ്ഞാടായോനത്താഴത്തിൽ ശിഷ്യർക്കായി മേ ഭാഗിച്ചേകി കർമ്മം വെളിവായി കാട്ടി പരമാർത്ഥമെഴും കുഞ്ഞാടുകളാ വേർപാടിങ്കൽ ദുഃഖിതരായി. ഇന്നാൾ സന്ധ്യയ്ക്കുടയോൻ ചൊന്ന തൻ ക്രൂശത്തെയോർത്തേവം ന്യായം കൂടാതെന്നെ കൊല്ല ഏകന്തോഴൻ ജനവൃന്ദത്തിൽ സപ്രേന്മാർക്കേൽപ്പിച്ചിടും. വാനത്തോടങ്ങാഴത്തീനും ഏകാധിപനെ നാം വാഴ്ത്തേണം. അവനാണെന്നും സർവാധീശൻ, എല്ലായിടത്തും താൻ വാഴുന്നു. സ്തോത്രം സർവം കൈക്കൊള്ളുന്നു. നിൻവീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശോ. മുറിയോറായി മേലൈനുവാദാരേ. പാമൃതി കഷ്ടതകൾക്കായി വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലുണ്ടാകീണം ദേവാ, ദയുണ്ടാകീണം നാഥ, കൃപ തോന്നീണമൻപാൽ. ഈ മർമ്മത്താൽ മർമ്മശേഷം നിറവിൽ വന്നു പേസഹ പിൻപൊരുളെന്തെന്നും തെളിവായി തീർന്നു. ശിഷ്യന്മാരിൽ കൈപ്പുളവാക്കി വദവൃത്താന്തം പേസഹ കുഞ്ഞാടിൻ സഞ്ജിതോ കൈപ്പായി തീർന്നു ദേവാ, നാഥ കൃപ തോന്നീണമൻപാൽ. മൂശനീവിതൻ പെസഹ കുഞ്ഞാടിൻ ബലിമൂലം സൂതകാശായി സൂചിപ്പിച്ചൊരു ജനകൻ സ്തുത്യൻ വർണ്ണീട്ടെല്ലാം നിറവേറ്റിയൊരാ പുത്രൻ വന്യൻ നീകിലം ശുദ്ധീകൃതമാക്കിയിടും റൂഹാ സ്തുത്യൻ ദേവാ. നാദാ
നിൻ പീഡയതിൽ ക്ലേശിച്ചു മാനോർ നിൻ താഴ്മയിലതിവിസ്മയമാർന്നു ദേവാ ദയുണ്ടാ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കാളകളനവധി വലയം ചെയ്തു, എന്നെ വളഞ്ഞു ഭാഷാൻ കൂറ്റന്മാർ. ഓർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിയോസായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പത്തീറ പെരുന്നാൾ സമീപിച്ചു. പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരും യേശുമ്പുരാനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ആരാഞ്ഞു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ പന്തിവരുടെ ഗണത്തിൽപ്പെട്ടവരും ഇസ്കറിയാത്ത എന്ന് വിളിക്കപ്പെട്ടിരുന്നവനുമായ യൂദായിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ ചെന്ന് പ്രധാനാചാര്യന്മാരോടും വേദപണ്ഡിതന്മാരോടും കൂടെ ദേവാലയത്തിൽ സൈന്യപ്രമാണികളോടും കൂടെ അവനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടത് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനും അവർക്ക് വാക്കുകൊടുത്തിട്ട് പുരുഷാരമില്ലാത്തപ്പോൾ അവനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അവസരം നോക്കിക്കൊണ്ടിരുന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കുക പതിവായിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമെടുത്തു. യേശുവും ബ്രാനും കീപ്പായും യോഹന്നാനെയും അയച്ചുകൊണ്ട് അവരോട് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഒരുക്കുവിനെന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട് നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ച ഉടൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ നേരെ വരും. അവനെ അനുഗമിപ്പീൻ. അവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട് എനിക്ക് എൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ ഭക്ഷിക്കേണ്ട ഭവനമേതാവുന്നു എന്ന് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു എന്ന് പറയുവിൻ. അപ്പോൾ അവൻ വിരിച്ചൊഴുക്കിയ ഒരു മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ യേശുമ്പുരാൻ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവർത്തിതമാവുന്നതുവരെ ഇനിയും ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തിട്ട് ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പീൻ. എന്തെന്നാൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവേനെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാവുന്നു. എങ്കിലും ഇതാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ്റെ കൈ മേശമേലിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നുവെങ്കിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യന് ആ കഷ്ടം. ആരായിരിക്കാം ഇത് ചെയ്യുന്നതെന്ന് അവർ പരസ്പരം ആരാഞ്ഞു തുടങ്ങി. അനന്തരം തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കവും ഉണ്ടായി. യേശുമ്പുരാൻ അവരോട് പറഞ്ഞു,
ജാതികളുടെ രാജാക്കന്മാർ അവരുടെ യജമാനന്മാരാവുന്നു. അവരുടെ മേൽ അധികാരമുള്ളവരെ അവർക്ക് നന്മ ചെയ്യുന്നവർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ചെറിയവനെ പോലെയും യജമാനൻ ശുശ്രൂഷകനെ പോലെയുമാണ് ഇരിക്കേണ്ടത്. വലിയവൻ ആരാകുന്നു? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. എൻ്റെ പരീക്ഷകളിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാകുന്നു. എൻ്റെ പിതാവ് രാജ്യം എനിക്കായി വാഗ്ദാനം ചെയ്ത പ്രകാരം ഞാനും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൻ്റെ മേശയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യും. സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിന് വന്ദനമുണ്ടായിരിക്കട്ടെ. മോറാനീശുമിശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങൾ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ഇറങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആശായാലടിയാരുടെ പിഴ മശിഹായീശു ശ്രോഷയതാശി യാലടിയാരുടെ പിഴതി തോരുമശിഹായീസ് ശ്രോഷയതാശി മരുളണമേ. ആശായാലടിയാരുടെ പീഴ തീർത്തുരുമശിഹ ഈശു ശ്രോഷയേ ആശിഷമരുളണമേ. ലുക്കുമോറുത്തെ ശുഭഹത്തോലാബോ ഈ കോരോ വലരോ ഹുദുകുദിശോസെഗതോ റുമറോമോ വാല ആതോയിറഹമി വഹനോനോനെസ്വാ സഹോദരായൂരി ശിലേം ദലയിൽ നീലോ സാവോസാംഗം ബിംദം ശ്രീഹോ ശുഭഹോ ലുകുമോറാൻ ശുഭഹോ ലുകുമോറാൻ ശുഭഹോ ലുകു സബറലോലം ബാരക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ അനുഗ്രഹണമേ. കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. ആശായാലടിയാരുടെ പിഴതേ തോരുമശിഹായീസ് ശ്രോഷയതേറ്റാശേഷമരുളണമേ. യാലടിയാരുടെ പിഴതി തോരുമശിഹായീസ് ശ്രോഷയൈറ്റാശി ശമരുളണമേ. യാലടിയാരുടെ പിഴതി തോരുമശിഹായീസ് ശ്രോഷയതേറ്റാശേഷമരുളണമേ. നാദാദേ സ്തുതിയും മാനം താതനും മഹിമ
വന്ദനകൾ ശുദ്ധ ഞങ്ങളിലും മേലുൾ ഓരിശിലെ വാതിൽ കുള്ളിൽ സിംഹാസനമണയണമേ പ്രാർത്ഥനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണഭൂമി സ്തോത്രം ഭാഗ്യമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഗോത്രാധിപനാദാമിൻ വിധിനെ കീടാനായി നമ്മുടെ കർത്താവീരാവിൽ വിധിയെ ഹേമെന്നോ ആനാൻ കയ്യ പാമാർ വിധി നൽകി മരണാറെന്താ ജനം ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ ദൈവ സുതൻ വന്നു ആ ദുഷ്ടന്മാരുടെ കൈയാലിവയിൽ ലാമേറ്റോ ഹല്ലേലൂയ ശുഭഹോല ബോലെ ബ്രോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ. മരണത്തിനു ദൈവാത്മജനേൽപ്പിച്ചിടാനായി വഴിയാരാഞ്ഞ കയ്യപ്പവിസാരം തന്നിൽ നിയമദേവൻ ലംഘിപ്പതു കണ്ടു ശാപത്തിൽ സൗഖ്യം കുഷ്ടാർത്തർഗി കള്ളന്മാരാം സാക്ഷികൾ നിന്നേവോ ചൊന്നതിനാൽ മരണാർഹെന്താനിവനെന്നോ ജനമാ പോഴാർത്തു ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നേ ദിവസം തന്നെ ശിഷ്യന്മാരുടെ മുമ്പാകെ അവരെ താഴ്മ പഠിപ്പിക്കുവാൻ കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ കഴുകിയ ദൈവത്തിനെ കണ്ട് മാലാകമാർ അത്ഭുതപ്പെടുകയും അജ്ഞാന്മാന്മാരെ ക്രോപേന്മാരുടെയും സ്ത്രോപേന്മാരുടെയും കൂട്ടങ്ങൾ ഭ്രമിച്ചിളകി ഉറയ്ക്കുകയും ചെയ്തു. പാലിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇന്നേ ദിവസം ക്രൂശിൽ നിന്ന് സ്വന്തം ഗുരുവിന്റെ വിലായുധ വാങ്ങി ഇളകി മേളം കൂട്ടിക്കൊണ്ടിരുന്ന കൊലപാതകരെ ശാന്തരാക്കി എന്റെ ഗുരുവിനെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാമെന്നുള്ള അവന്റെ വചനങ്ങളാൽ വഞ്ചകന്മാരെ ധൈര്യപ്പെടുത്തി. ഞങ്ങൾക്കായി നീറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം ഹൃദയെ പറ്റി ഇന്നാളെ കുടയോൻ ചൊന്നാൻ കാരുണ്യം കൂടാതെ ശിഷ്യരിലേകൻ
സപ്രേന്മാർക്കായി നിഹനിച്ചിടാ നേൽപ്പിച്ചിടും ഇന്നാളം നീ കുടയോൻ ചൊന്ന ഈ പെസഹായി വമ്പക്ഷിപ്പാൻ നേടുനാളായി കാംക്ഷിച്ച പിതൃഗേഹജരാം നിബിയന്മാതൻ വചനം സർവം ഞാൻ നിറവേറ്റും. കുഞ്ഞാട് തരുരക്തത്താൽ നമ്മെ വീണ്ടു മിടയൻ തന്നെ സവതൻ കുഞ്ഞാടുകൾ കീർത്തിച്ചു വന്യജറൂക നിൻവീതി ചെയ്തോ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശയിൻ കഷ്ടതയാൽ നേടണമവകാശം രാജ്യദേവ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപാൽ ആ ജനതതി തയ്യാറാക്കി സർവവ്യാപിക്കായി വസനം വാനോർ പേടിക്കുന്നോനെ ആചാര്യന്മാർ നിന്നിപ്പോ തൻ്റെ ഹിതത്താൽ വന്നോനെ കൊല്ലാനവർ വട്ടം കോടി ദേവ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപാൽ താഴ്ചയിലേക്കാഗതനായ മശിഹാരാജാവേ സ്തോത്രം. പാവത്തെ പോൽ നീ പെസഹ ഭക്ഷിച്ചു പരഗേഹത്തിൽ സ്തുതി നിൻ പേർക്കും പ്രേക്ഷകനാ താതന്നും റുക്കുദിശായ്ക്കും ദേവ. ീണം നാർവതോനേണമൻപാൽ ഞങ്ങൾക്കായുളവായൊരു നീ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശയിൻ കഷ്ടതയാൽ നേടണമവകാശം രാജീദേവ. കൃപ തോന്നേണമൻപാൽ കുരിയലായിസോൻ കുരിയലായിസോൻ കുരിയലായിസോൻ. ബാറയ്ക്കുമോറത്തിന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ. വാരിക്കുമോർ ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എൻ്റെ ശരണവും സംഘസ്ഥലമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന് കടിയിൽ നിന്നും വ്യർത്ഥ സംസാരം നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവൻ തോലം കൊണ്ട് രക്ഷിക്കും. അവന്റെ ശരീരം കിരിഞ്ഞ് മറക്കപ്പെടും. അവൻ സത്യത്തിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൊന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തം വാസനം ഒരുങ്ങളാക്കിയിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സകല വഴിയും നിന്നെ കാക്കണമെന്നും അവൻ നിന്നെക്കുറിച്ച് അവൻ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാൽ നിനക്ക് ഇടർച്ച ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ
നിന്നെ വഹിക്കും. സർപ്പത്തെ അണലി നീ ചവിട്ടും, സിംഹത്തിനെ പെരുമാനി നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം മറന്നുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, നിനക്കത്തിൽ ഞാൻ അവനോട് കൂട്ടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസോട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തേക്ക് എന്നെ കണങ്ങളുയർത്തും, എന്റെ സഹായക്കാരൻ എവിടുന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു. അവൻ നിന്റെ കാറുകൂടാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാർ ഉറക്കം തൂങ്ങുന്നുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവിന്റെ വടുതിലയുടെ നെല്ലിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ നീക്കം കാത്തോളും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ഉയരപ്പെട്ടവന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുകം കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായി മിശിഹ നിരപ്പൊറിഞ്ഞിരിക്കുന്ന സന്ധിയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാദുഷനിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആശായാലടിയാർ പിഴതേ തോരുമശിഹായിസ് ആശായാലടിയാർ പിഴതേ തോരുമശിഹായിസ് ആശായാലടിയാർ പിഴതീർത്തോരുമശിഹായിസ് ലോകമോറുത്തെ ശുഭത്തോലാബോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃശ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും
ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർണ്ണമിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത്തിനനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിവ്യന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുവായും കാതോലികവും ശ്ലൈഹികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ഒരിക്കൽ മാത്രമായി മരിച്ചുപോയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കിമോർ സ്തോമൻഗാസ് കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. ബാർക്കിമോർ. വലിയ വെള്ളിയാഴ്ചയുടെ പ്രഭാത നമസ്കാരം നാളെ രാവിലെ 7:30 ആരംഭിക്കും. പ്രത്യേകാൽ എല്ലാവരും നേരത്തെ തന്നെ ദേവാലയത്തിൽ വന്ന ശുശ്രൂഷകളുടെ ഭാഗമാകണം എന്നുള്ളത് സ്നേഹത്തോടെ അറിയിക്കുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.